മഹാലക്ഷ്മി സീരിയലിൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മോഹിനിയെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശിയും പ്രതാപനും. ഇനി മോൾക്ക് സൗകര്യമായി മാർക്കോ കമലേശ്വരത്തിലെ മരുമോനാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കണ്ടോടോ, ഒന്നും അറിയാത്ത ഒരു കൊച്ചു പിള്ള. ദേ എല്ലാം അറിഞ്ഞു വെച്ച് ഞങ്ങളുടെ മുന്നിൽ നാടകം കളിക്കാമെന്ന് നീ കരുതണ്ട. നിന്റെ മോളും മരുമോനൊക്കെ ഒത്തുചേർന്നുള്ള കളിയാണ്. മഞ്ജുവിനെ മാർക്കോ തട്ടിക്കൊണ്ടുപോയി. എന്ത്? മാർക്കോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞ് മോഹിനിയാണെങ്കിൽ ഷോക്കാവുന്നു. മാർക്കോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അല്ലേ? ഇനി നിന്റെ മോൾക്ക് മാർക്കോയെ കാണാൻ എവിടെയെങ്കിലും വിളിച്ചു വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. രാത്രി ഇറങ്ങി പോവും വേണ്ട. കമലേശ്വരത്തിൽ തന്നെ അവനുണ്ടാകും. അവൻ രണ്ട് കാമുകിമാരുടെ ഇടയിൽ കിടന്ന് ജീവിക്കുമെന്നൊക്കെ പറയുമ്പോൾ അനാവശ്യം പറയരുതെന്ന് മോഹിനി പറയുന്നു. അനാവശ്യം ചെയ്യാമല്ലേ? ഞങ്ങൾ പറയാൻ പാടില്ല അല്ലേ? ദേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനായിട്ട് അത്ര നിലവാരമില്ലാത്തവളല്ല ഞാനെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. കണ്ടാടാ, അവൾ പോയത് കണ്ട. അവൾക്ക് അത് പറ്റിയില്ല. ആ, എന്ത് ചെയ്യാനാ, നമ്മുടെ ഒരു വിധി. ഇനിയിപ്പോ കമലേശ്വരത്തിലേക്ക് നമുക്ക് ധൈര്യത്തോടെ കയറി ചെല്ലാനായിട്ട് പറ്റുമോ? മാർക്കും അവിടെ ഉള്ളതല്ലെന്ന് പറയുമ്പോ മുത്തശ്ശി പറയുന്നുണ്ട്, ആ എന്ത് ചെയ്യാൻ, നമ്മുടെ കരുണമോളുടെ ഒരു വിധി. ഇനിയിപ്പോ ഉണ്ണിക്കുട്ടൻ ശരിക്കും ഒരു ഉണ്ണിക്കുട്ടനായെന്നിങ്ങനെ പറയാണ് പ്രതാപൻ. ഇനി അവൻ നമ്മുടെ സ്വത്തും മോഹിച്ച് നടക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. ആ, എല്ലാം സഹിച്ചല്ലേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും പ്രതാപനും അവിടെ നിന്നും പോകും. അങ്ങനെ ഈ ഒരു വാർത്ത അറിയുന്ന മോഹിനിയാവട്ടെ വേഗം തന്നെ മഹാലക്ഷ്മിയെ വിളിക്കുകയാണ്. മഹി ഫോൺ എടുക്കുന്നുണ്ട്. എന്താ അമ്മേ, മോളെ എന്തൊക്കെയാ കേൾക്കുന്നത്? മാർക്കോ മഞ്ജുവിനെ തട്ടിക്കൊണ്ടുപോയെന്നോ? അമ്മ കേട്ടതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ചോ? ആരാ അങ്ങനെ പറഞ്ഞത്? മുത്തശ്ശിയും അച്ഛനുമാണ് അങ്ങനെ പറഞ്ഞത്. ആ, എങ്കിൽ പിന്നെ അവര് കേട്ടത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അമ്മ സത്യങ്ങളൊന്നും പറയാനായിട്ട് പോണ്ട. മാർക്കോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലമ്മേ. അവനെക്കുറിച്ച് അമ്മയ്ക്ക് അറിയാലോ. ആ, അറിയാം. അതുകൊണ്ടാ അമ്മ ചോദിക്കുന്നത്. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടും അവരെ അതാ വിശ്വസിച്ചിരിക്കുന്നത്. എന്താ മോളെ, എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മാർക്കോ മാർക്കോയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ കഥകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ എന്തായാലും അത് വിശ്വസിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, മാർക്കോയ്ക്കൊപ്പം അല്ല മഞ്ജു ഇറങ്ങിപ്പോയിരിക്കുന്നത്. മേഘനാഥനെപ്പം ഉള്ള ജീവിതം അവൾ ഒരുപാട് കാലമൊന്നും ജീവിച്ചു തീർക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു, തീർക്കില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അവനേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ള ഒരാളുടെ കൂടെയാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ആരെ മോളെ, കാര്യം പറയേ. സാഗർ മേഘനാഥന്റെ ഉറ്റ സുഹൃത്താണെന്ന് പറയുമ്പോൾ, സാഗർ എന്ന് പറയുമ്പോൾ, അതെ അമ്മേ, ഞാൻ അന്ന് അവനോട് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സാഗറിനെ കുറിച്ച് എന്നോട് മോശമായി പെരുമാറാൻ നോക്കി എന്നൊക്കെ. അയ്യോ മോളെ, ഇതെന്താ ഈ പെൺകുട്ടിക്ക് പറ്റിയത്? അറിയില്ലമ്മേ. മഞ്ജു കൂടുതൽ തെറ്റുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മേഘനാഥരെ ഒഴിവാക്കിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനും കണ്ണേട്ടനും അവളെ നല്ലൊരു ചെറുപ്പക്കാരന്റെ കയ്യിൽ ഏൽപ്പിച്ചേനെ. പക്ഷേ അതൊന്നും അവള് സമ്മതിച്ചില്ലല്ലോ, അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നില്ല. അവള് ഒറ്റയ്ക്ക് എല്ലാം തീരുമാനിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇനി എന്താ അമ്മേ ചെയ്യാ? മോളെ, ഇതെന്തായാലും കുറച്ച് കടന്ന കൈയായി പോയി. അവര് എന്തെങ്കിലും എടുത്തുചാടി ചെയ്തോ, വിവാഹം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ലമ്മേ. മാർക്കോ വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, രജിസ്റ്റർ വിവാഹം ചെയ്യാൻ നിൽക്കുന്നു എന്ന്. പക്ഷെ ഞാനും കണ്ണേട്ടനും അതിനെ എതിർത്തു. അതുകൊണ്ട് തന്നെ മാർക്കോ അങ്ങോട്ട് പോയിട്ടുണ്ട്. കാര്യങ്ങൾ അറിഞ്ഞാൽ ഞാൻ അമ്മയെ വിളിക്കാം. പക്ഷെ അമ്മ സത്യങ്ങളൊന്നും തന്നെ ആരോടും അറിയിക്കേണ്ട. ഇപ്പൊ രണ്ടാളും ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും. കമലേശ്വരത്തിലേക്ക് ഇനി ധൈര്യത്തോടെ വരാനായിട്ട് പറ്റില്ലല്ലോ, മാർക്കോയാണ് അവിടുത്തെ വരുമോനെന്ന് അറിഞ്ഞാൽ. അതുകൊണ്ട് അമ്മ ഇപ്പോ ഒന്നും തിരുത്താൻ പോകണ്ട എന്ന് മോഹിനിയോട് പറയുന്നു. ശരി മോളെ, കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞാൽ വിളിക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞ് മോഹിനിയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് മേഘനാഥനാവട്ടെ മാനസിയെ കാണാനായിട്ട് എത്തുന്നുണ്ട്. മാനസ റോഡരികിൽ നിൽക്കുന്നു. മേഘനാഥൻ കാർ നിർത്തി വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് മാനസിക്ക് അരികിലേക്ക് ഓടിയെത്തുകയാണ്. എടി, നീ എന്റെ ജീവിതം തൊളിച്ചല്ലേ, എന്റെ പെണ്ണിനെ എനിക്ക് നഷ്ടമായിടി. അവനെ ആ മാർക്കോ അവളെയും കൊണ്ട് പോയെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ പെണ്ണ് ആരുടെങ്കിലും കൂടെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഞാനെന്തിനാ സങ്കടപ്പെടുന്നത്? എന്നെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? ഡി, ഒന്നും അറിയാത്തതുപോലെ നീ സംസാരിക്കില്ലേ കേട്ടോ. അന്നേ ഞാൻ നിന്റെ മോനെയും നിന്നെയും കാണാൻ വേണ്ടി വന്ന ദിവസം ആരോ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിരിക്കുന്നു. ആരോ അല്ല, ആ മാർക്കോ. നീ ആ മാർക്കോയോട് പറഞ്ഞിട്ടല്ലടി അവൻ അങ്ങോട്ട് വന്നത്. നീ നോക്ക്, അനാവശ്യം വിളിച്ചു പറയരുത്. ഞാൻ ഒരിക്കലും മാർക്കോയോടും ആരോടും പറഞ്ഞിട്ടില്ല. ഈ മാർക്കോ ആരെന്ന് പോലും എനിക്കറിയില്ല. അവനും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ലെന്നൊക്കെ പറയുമ്പോൾ അഭിനയിക്കാൻ നിൽക്കരുത്. എനിക്കറിയാം നീയും മാർക്കോയും തമ്മിൽ ബന്ധമുണ്ട്. നിങ്ങൾ കളിച്ച നാടകമാണിത്. ഇപ്പൊ എന്റെ പെണ്ണ് എന്നെ വിട്ടു പോയി. ഇനി ഞാൻ അവളെ എവിടെ പോയിട്ട് അന്വേഷിക്കും? മാർക്കോയുടെ കൂടെ അവൾ ഇറങ്ങിപ്പോയിരിക്കുന്നൊക്കെ പറയുമ്പോൾ, ദേ നോക്ക്, നിങ്ങളുടെ പെണ്ണ് നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേട്, അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, എന്റെ മോനെയും എന്നെയും സംരക്ഷിച്ചില്ലെങ്കിൽ വിവരം അറിയുമെന്ന് പറയുമ്പോൾ, ഇനി നിന്റെ മോനെ ഞാൻ സംരക്ഷിക്കില്ലടി. നിങ്ങൾക്ക് ഇനി ചെലവിന് ഒരു തുള്ളി ക്യാഷ് പോലും തരില്ലെന്ന് പറയുമ്പോൾ, ഓഹോ അങ്ങനെയാണ്. ഇപ്പോ കാലം പണ്ടത്തതല്ല, പുതിയതാണ്. അതുകൊണ്ട് എങ്ങനെ ചെലവിന് ക്യാഷ് വാങ്ങേണ്ടത് എനിക്കറിയാം. അതെ, ആ കുഞ്ഞ് എന്റേതാണെന്ന് എന്താടി ഉറപ്പ്? ആണോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? എങ്കിൽ പിന്നെ ഞാനത് തെളിയിച്ചു തരാം. നിയമവും കോടതിയും മെഡിക്കൽ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലവിലുണ്ടല്ലോ. ഞാനത് തീർത്ത് ഉപയോഗപ്പെടുത്തി തീർപ്പാക്കി തരാമെന്നൊക്കെ മാനസ പറയുകയാണ്. അല്ലെങ്കിൽ ഞാൻ 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 ഞാനല്ലാതെ ആവണം എന്നൊക്കെ മാനസ വീമ്പിളക്കുന്നുണ്ട്. ഈ സമയം മേഘനാഥനാണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ്. ഡി, നിന്നെ ഞാൻ നിന്നെ ഞാൻ ഒരു നിന്നെ ഞാനുമില്ല. പിന്നെ എന്നോട് കളിച്ചാൽ ഞാൻ അങ്ങോട്ട് തിരിച്ചടിക്കും. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർമ്മ വെച്ചോ, ചെലവിന് ക്യാഷ് തരാതിരുന്നാലേ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ എന്റെ മോനെയുമായിട്ട് എത്തും.
പിന്നെ അവിടെ വെച്ചായിരിക്കും തെളിയിക്കലൊക്കെ എന്ന് പറയുമ്പോൾ മേഘനാഥനാണെങ്കിൽ ആകെ ദേഷ്യത്തോട് കൂടിയിട്ട് മനസ്സിൽ നോക്കുന്നുണ്ട്. അവളാണെങ്കിൽ അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകും. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും മാർക്കോയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മാർക്കോയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. മാർക്കോയെ കാണുമ്പോൾ തന്നെ അവരുടെ പ്രതീക്ഷ അറ്റുപോവുകയാണ്. എന്തായി മാർക്കോ, എന്തായി? അത് ഞാൻ അവിടേക്ക് പോകുമ്പോഴേക്കും എല്ലാം അവസാനിച്ചിരിക്കുന്നു. മഞ്ജു സാഗറുടെ ഭാര്യയായി കഴിഞ്ഞു. വിവാഹം അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതെങ്ങനെയാ സാഗർ മാർക്കോ പോവാതെ വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞിട്ട്? അങ്ങനെ തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷെ മഞ്ജുവും സാഗറും ഒരുമിച്ചെടുത്ത തീരുമാനം ഇവിടേക്ക് വന്ന് പോകുന്ന ഞാൻ മറ്റൊരാളായിരിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമത്രേ. അതുകൊണ്ട് വേഗം തന്നെ വിവാഹം കഴിച്ചെന്ന് പറയുമ്പോൾ ഇവളിത് എന്തേ കാണിച്ചു കൂട്ടുന്നത്? സാഗർ അവൻ ഡേഞ്ചർ ആണെന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പു തരാം, സാഗർ ഇപ്പൊ പഴയ സാഗർ അല്ല. അവൻ മഹാലക്ഷ്മിയോട് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വള്ളി പുള്ളി തെറ്റാതെ. അതുകൊണ്ട് തന്നെ അവനെ വിശ്വസിക്കാം. പിന്നെ അവന്റെ ജീവിത സാഹചര്യങ്ങളാണ് ഇങ്ങനൊരു ലെവലിലേക്ക് അവനെ മാറ്റിയെടുത്തത്. പക്ഷെ അവനിപ്പോ കുടുംബമായി, മഞ്ജുവിനെ അവൻ പൊന്നുപോലെ നോക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇല്ല, ഒരിക്കലും ഇല്ല. അവൻ നിങ്ങളുടെ മുന്നിൽ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാർക്കോയോട് പറയുന്നു. അവൻ മാർക്കോയോടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട. അങ്ങനെ അവൻ എന്തെങ്കിലും വാക്ക് തെറ്റിച്ചാൽ അവരെ ഞാൻ വെറുതെ വിടില്ലെന്ന് മാർക്കോ പറയുന്നു. ഈ സമയം കണ്ണൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ മുന്നിലേക്ക് അവനെ കണ്ടുപോകരുത്, ഓഫീസിലേക്കോ വീട്ടിലേക്കോ വന്നു പോകരുതെന്ന് പറയുമ്പോൾ അവൻ സ്വന്തമായി അധ്വാനിച്ച് മഞ്ജുവിനെ നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തൊത്തിലൊന്നും കണ്ണില്ലെന്ന് പറയുകയാണ്. എന്തായാലും ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ട് ഞാനത് പറഞ്ഞില്ല, എന്റെ തെറ്റാണ്. മേഘനാഥനോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തു ചടിയതെന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയോട് കണ്ണിനോട് മാപ്പ് ചോദിക്കുന്നു. എന്നിട്ട് മാർക്കോയാണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും പരസ്പരം സംസാരിക്കുന്നുണ്ട്. അതായത് ഈ മഞ്ജുവിന് എന്ത് പറ്റി, അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തേനെ നമ്മൾ. ഇനി അവള് തിരിച്ചു വരുമ്പോ കണ്ണേട്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ കണ്ണനാണെങ്കിൽ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തേക്ക്, ഇനി പ്രതീക്ഷ വേണ്ടെന്നൊക്കെ പറയുന്നു. പിന്നീട് തിരികെ പോകുന്ന മാർക്കോയ്ക്ക് മുന്നിൽ മേഘനാഥനാണെങ്കിൽ നെഞ്ചു കുറിപ്പിച്ചങ്ങനെ നിൽക്കുകയാണ്. അവരാണെങ്കിൽ ബൈക്കിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് എന്താടാ മേഘ എന്നങ്ങനെ ചോദിക്കുമ്പോൾ നീയെ തീർന്നടാ എന്ന് പറയുകയാണ്. ഇത് കേട്ട് മാർക്കോയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നു. ഞാനോ തീരാനോ? അങ്ങനെ മാർക്കോയെ അടിക്കാനായിട്ട് ഗുണ്ടകൾ പാഞ്ഞെടുക്കുന്നുണ്ട്. രണ്ടടിയൊക്കെ മാർക്കോ വാങ്ങുന്നുണ്ട്. പിന്നീട് തിരിച്ച് മേഘനാഥന്റെ മുന്നിൽ വെച്ച് ആ ഗുണ്ടകളൊക്കെ അടിച്ച് തരിപ്പണാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം മേഘനാഥന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ മേഘനാഥനാണെങ്കിൽ തോക്കെടുത്ത് മാർക്കോയുടെ നെറ്റിയിലേക്ക് ചൂണ്ടുന്നു. അപ്പോഴും മാർക്കോ ചിരിക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ മാർക്കോ ആ തോക്ക് വാങ്ങി തന്റെ കയ്യിലേക്ക് ആക്കുകയാണ്. എന്നിട്ട് ആ തോക്ക് ചൂണ്ടി ഗുണ്ടകളെ ഓടിക്കുന്നുണ്ട്. എന്നിട്ട് മേഘനാഥനോട് പറയാണ്, എന്താടാ, എന്തിന്റെ പ്രശ്നം നിനക്ക് എന്ന് പറഞ്ഞ് രണ്ടടി കൊടുക്കുമ്പോഴേക്കും മാർക്കോ, ഇനി എന്നെ തല്ലരുത്, തല്ലിയ നീ എന്ത് ചെയ്യോടാ, നിനക്ക് എന്നെ തല്ലാലേ, ഞാൻ നിന്നെ തിരിച്ചു തല്ലാൻ പാടില്ലല്ലേ? എടാ, എന്റെ ഭാഗത്തെ ന്യായം, നീ എന്റെ പെണ്ണിനെ അടിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. ആഹാ, അങ്ങനെയാണോ? ഇതൊക്കെ നിനക്ക് എങ്ങനെയാടാ പറയാൻ തോന്നുന്നത്? ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചവനല്ലേ നീ എന്നൊക്കെ ചോദിച്ച് മേഘനാഥന്റെ നെറ്റിയിലേക്ക് തിരിച്ച് തോക്ക് ചൂണ്ടുകയാണ്. മാർക്കോ, വേണ്ട. ഓഹോ, നിനക്ക് എന്റെ നേരെ തോക്ക് ചൂണ്ടാലേ? എന്തായാലും ഈ തോക്ക് എന്റെ കയ്യിൽ തന്നെ ഇരിക്കണം. നിന്നെയൊക്കെ നേരിടാനേ എനിക്ക് തോക്കിന്റെ ആവശ്യമൊന്നുമില്ലടാ, ഈ കൈ മതിയെന്ന് പറയാണ്. പിന്നെ നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നെ. ഞാൻ ഒരിക്കലും അന്യന്റെ പെണ്ണിനെ ആഗ്രഹിക്കാറില്ല. നിന്റെ ഭാര്യ ഇറങ്ങിപ്പോയിരിക്കുന്നതേ, അല്ലെങ്കിൽ അവൾ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നതേ മറ്റൊരുത്തനാ, നിന്റെ ഉറ്റ സുഹൃത്ത്. അങ്ങനെ മേഘനാഥനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. ആരെന്നുള്ള രീതിക്ക് അവൻ നോക്കുമ്പോൾ മാർക്കോ വേഗം തന്നെ ഫോൺ തുറന്ന് ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ മേഘനാഥന്റെ പകുതി ജീവനും നഷ്ടപ്പെടുകയാണ്. അവനാണെങ്കിൽ ആ ഫോട്ടോ കണ്ട് ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കും. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.